പ്രിയപ്പെട്ടവരെ, ഗുരുക്കന്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു അഗാധമായ തത്വത്തെക്കുറിച്ചാണ്, ഭക്തിയെക്കുറിച്ച്. നമ്മുടെ ഈ പ്രഭാഷണത്തിന് പ്രചോദനമാകുന്നത് കാലാതീതമായ ഒരു പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് ഭഗവത്ഗീതയുടെ ഉദ്ഭവം. ഭൗതികമായ കാര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നാലെ പോകുന്ന ഈ ലോകത്ത് ഭക്തി ഒരു വ്യത്യസ്തമായ പാതയാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. അത് ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും മോചനത്തിൻ്റെയും പാതയാണ്. അപ്പോൾ ഭഗവത്ഗീത അനുസരിച്ച് ഭക്തി എന്നാൽ എന്താണ്? ഭഗവത്ഗീത ഭക്തിയെ കേവലം ഒരു ആചാരമായിട്ടല്ല അവതരിപ്പിക്കുന്നത്, മറിച്ച് ദിവ്യത്വത്തോടുള്ള ആഴത്തിലുള്ള അചഞ്ചലമായ നിരുപാധികമായ സ്നേഹമായിട്ടാണ്. എല്ലാം ഒരു ഉറവിടത്തിൽ നിന്ന് വരുന്നുവെന്നും അവിടേക്ക് തന്നെ മടങ്ങുന്നുവെന്നും അംഗീകരിച്ച് സ്വയം പൂർണ്ണമായി ആ പരമാത്മാവിൽ അർപ്പിക്കുക എന്നതാണ് ഭക്തി. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ വിവിധ അധ്യായങ്ങളിൽ ഒരു യഥാർത്ഥ ഭക്തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വലിയ യാഗങ്ങളോ വിപുലമായ ചടങ്ങുകളോ അല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പകരം ഉദ്ദേശ്യശുദ്ധിക്കും ഭക്തിയുടെ ആത്മാർത്ഥതയ്ക്കുമാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. 9-ാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ കൃഷ്ണൻ പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയ പ്രയച്ഛതി തത് അഹം ഭക്തിബഹൃതം അശ്നാമി പ്രയതാത്മനൻ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ആരെങ്കിലും സ്നേഹത്തോടും ഭക്തിയോടും കൂടി എനിക്കൊരു ഇലയോ പൂവോ പഴമോ വെള്ളമോ അർപ്പിച്ചാൽ അത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഇത് നമ്മോട് എന്താണ് പറയുന്നത്? അർപ്പിക്കുന്ന വസ്തുവിൻ്റെ വലുപ്പമല്ല, മറിച്ച് അത് അർപ്പിക്കുന്ന സ്നേഹത്തിനാണ് ഭഗവാൻ പ്രാധാന്യം നൽകുന്നത് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഏറ്റവും എളിയ വഴിപാട് പോലും ആത്മാർത്ഥമായ ഭക്തിയോടെ സമർപ്പിച്ചാൽ യാതൊരു വികാരവുമില്ലാതെ നടത്തുന്ന ഏറ്റവും വലിയ യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കൂടാതെ 12-ാം അധ്യായമായ ഭക്തിയോഗം എന്ന ഭാഗത്ത് ഭക്തൻ്റെ സവിശേഷതകൾ കൃഷ്ണൻ എടുത്തു കാണിക്കുന്നു. തനിക്ക് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു: അസൂയ ഇല്ലാത്തവർ, ദയുള്ളവർ, അഹങ്കാരമില്ലാത്തവർ, സംതൃപ്തരും ആത്മനിയന്ത്രണമുള്ളവരും, ആരുടെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറച്ചിരിക്കുന്നുവോ അവർ, ശത്രുവിനോടും മിത്രത്തോടും സമഭാവനയുള്ളവർ, മാനാപമാനങ്ങളിലും ചൂടിലും തണുപ്പിലും സുഖത്തിലും ദുഃഖത്തിലും സമചിത്തത പാലിക്കുന്നവർ. ഇത് കാണിക്കുന്നത് ഭക്തി എന്നത് വെറും കീർത്തനങ്ങൾ ആലപിക്കുന്നതോ പൂജകൾ ചെയ്യുന്നതോ അല്ല എന്നാണ്. അതൊരു ജീവിത രീതിയാണ്. സദ്ഗുണങ്ങൾ വളർത്തുകയും നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ പ്രവൃത്തികളെ ദിവ്യമായ തത്വങ്ങളുമായി യോജിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഭക്തി. ഒരു യഥാർത്ഥ ഭക്തൻ എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ കാണുകയും ദയോടും വിനയത്തോടും നിസ്വാർത്ഥ സേവനത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഭക്തി എല്ലാവർക്കും പ്രാപ്യമാണെന്നും ഭഗവത്ഗീത ഊന്നിപ്പറയുന്നു. അവരുടെ പശ്ചാത്തലം, സാമൂഹിക നില, ബുദ്ധിശക്തി എന്നിവ പരിഗണിക്കാതെ. കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു, അഭിചേത് സുദുരാചാരോ ഭജതേ മാം അന്യഭാഗ് സാധുർ ഏവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹീസ. അർത്ഥം, ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും അവൻ എന്നിൽ അചഞ്ചലമായ ഭക്തിയോടെ ഭജിക്കുകയാണെങ്കിൽ അവനെ സജ്ജനമായി കണക്കാക്കണം. കാരണം അവൻ ശരിയായ നിശ്ചയദാർഢ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പ്രത്യാശയുടെയും ഉൾക്കൊള്ളലിൻ്റെയും ശക്തമായ ഒരു സന്ദേശമാണ്. ആത്മാർത്ഥമായ ഭക്തിയിലൂടെ ആർക്കും തങ്ങളുടെ ഭൂതകാലത്തെ അതിജീവിച്ച് ആത്മീയ പൂർണ്ണത നേടാൻ കഴിയുമെന്ന് ഇത് നമ്മോട് പറയുന്നു. ചുരുക്കത്തിൽ, ഭക്തി എന്നത് ഈശ്വരനുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും നേരിട്ടുള്ളതും സന്തോഷകരവുമായ മാർഗമാണെന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ഇത് സ്നേഹം, സമർപ്പണം, ആത്മപരിവർത്തനം എന്നിവയുടെ ഒരു യാത്രയാണ്.
ഭക്തി എന്നാൽ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം വളർത്തുകയും ദൈനംദിന ജീവിതത്തിൽ പുണ്യത്തെ കാണുകയും നമ്മുടെ പ്രവൃത്തികളെ ഒരു ഉയർന്ന ലക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഭക്തിയുടെ ചൈതന്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. സ്നേഹവും ദയയും അചഞ്ചലമായ വിശ്വാസവും വളർത്താം. അങ്ങനെ പരമാത്മാവുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടുന്നതിലൂടെ ലഭിക്കുന്ന അഗാധമായ ശാന്തിയും സന്തോഷവും അനുഭവിക്കാം. നന്ദി.